ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രേണു സുധി, ദാസേട്ടൻ കോഴിക്കോട്, ഷിജു പള്ളിപ്പുറം എന്നീ പേരുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ കോൺട്രവേഴ്സി ആവുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ രേണു സുധി എന്ന് പറയുന്നത് നമ്മളെ വിട്ടകന്ന ഒരു കലാകാരനായിട്ടുള്ള സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള സുധിച്ചേട്ടന്റെ ഭാര്യയാണ് ഈ പറയുന്ന രേണു സുധി. അപ്പോൾ രേണു സുധി ഇപ്പോൾ കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ കോൺട്രവേഴ്സി ആവുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊന്നുമല്ല, രേണു സുധിയെ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസും റീൽസും ഇന്റർവ്യൂസും അതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയാവാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും രേണു സുധിയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മുടെ കൊല്ലം സുധി ചേട്ടന്റെ ഭാര്യ ആയിട്ടുള്ള രേണു സുധി രണ്ടാമതും കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഒറിജിനൽ കല്യാണമൊന്നുമല്ല, അതൊരു ഫോട്ടോഷൂട്ട് ഓർ വീഡിയോ ഷൂട്ട്, ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി എടുത്ത സംഭവങ്ങളൊക്കെ തന്നെയാണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സുധിച്ചേട്ടന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള മകനായിട്ടുള്ള രാഹുലിന്റെ ഒരു ഇന്റർവ്യൂ ഇന്നലെ മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ഒരു ചാനലിൽ കാണുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ രാഹുൽ എന്ന് പറയുന്ന ആ ഒരു കുട്ടി ഇപ്പൊ അനിമേഷൻ ഒക്കെ പഠിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന രേണു സുധിക്കൊപ്പം അവർ വെച്ച പുതിയ വീട്ടിലല്ല ഈ ഒരു രാഹുൽ എന്ന് വിളിക്കുന്ന കിച്ചു എന്ന് വിളിക്കുന്ന ഈ രാഹുൽ താമസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഇന്നലെ മെയിൻ സ്ട്രീം വൺ എന്ന ചാനലിൽ ഇവരുടെ പുതിയ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. സത്യം പറഞ്ഞ ഒരു നാണം കെട്ട ഇന്റർവ്യൂ. അതിൽ കൂടുതൽ ആ ഒരു ഇന്റർവ്യൂവിനെ പറ്റി ഒന്നും പറയാനില്ല. ഈ മെയിൻ സ്ട്രീം വൺ എന്ന ചാനലിലെ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ പറയുന്ന കിച്ചു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കിച്ചു ഈ പറയുന്ന സുധിച്ചേട്ടന്റെ ആദ്യ ഭാര്യയിലെ മകനാണെങ്കിൽ തന്നെ പുള്ളിക്കാരൻ ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങൾ ഈ പറയുന്ന ആങ്കർ ചോദിക്കുന്ന സമയത്തും അമ്മയെ പറ്റി അങ്ങനെ പറഞ്ഞോ, അമ്മയുടെ വീഡിയോ കാണാറുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ അമ്മ അമ്മ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വീഡിയോ, ഈ പറയുന്ന ഇന്റർവ്യൂവിന്റെ A to Z കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അമ്മയെപ്പറ്റി ചോദിക്കാൻ അല്ലെങ്കിൽ അമ്മയെപ്പറ്റി കേൾക്കാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പയ്യന് അതിന്റെ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോ ആ ഒരു രീതിയിലുള്ള പല ചോദ്യങ്ങളും ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടതാണ്. അമ്മയുടെ രണ്ടാം കല്യാണത്തെ പറ്റിയുള്ള അഭിപ്രായം. രണ്ടാം കല്യാണമൊന്നും അല്ല, തീർച്ചയായിട്ടും അതൊരു ഫോട്ടോഷൂട്ടാണ്, ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് വന്നതാണെന്നൊക്കെ ഈ പറയുന്ന ആങ്കറിന് അറിയാം. എന്നിട്ടും ഈ പറയുന്ന പോലെ അമ്മ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അഭിപ്രായം, കൂടെ നിൽക്കുമോ? അപ്പൊ ആ ഒരു കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഞാൻ അമ്മയ്ക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളി രേണു സുധി റിലേറ്റഡ് ആയിട്ട് അവർക്ക് കോണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതും ആ ഒരു കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന പയ്യൻ ഒന്നും സംസാരിക്കുന്നില്ല. ഇന്റർവ്യൂവിൽ ഈ ആങ്കർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ജസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോ ഈ ആങ്കറിനാണെങ്കിൽ കോണ്ടന്റ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള വൾഗറായിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അമ്മയുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന വീഡിയോസിന്റെയും റീൽസിന്റെയും ഒക്കെ താഴെ ആളുകൾ അഭിപ്രായങ്ങളൊക്കെ പറയുന്നതൊക്കെ നോക്കാറുണ്ടോ, വീഡിയോസ് കാണുമ്പോൾ വീഡിയോന്റെ കമന്റ് ബോക്സ് ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ അമ്മയെ പറ്റി കുറെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മ കുറച്ചുകൂടി തന്റെ ശരീരം എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണ്? ഈ പറയുന്ന ശരീരം എക്സ്പോസ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഈ പറയുന്ന കിച്ചുവിനെ വിളിച്ചിട്ട് അമ്മ സമ്മതം ചോദിക്കാറുണ്ടോ? അമ്മ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമിന്റെയും അതുപോലെ തന്നെയുള്ള ഈ പറയുന്ന റീൽസ് വീഡിയോസിന്റെയും കിട്ടുന്ന ശമ്പളമാണോ തന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? അതൊക്കെ കിച്ചുവിനെ അടച്ച് തരാറുണ്ടോ, പൈസ തരാറുണ്ടോ? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ഈ ഒരു പയ്യൻ വളരെ പക്വതയാർന്നൊരു റിപ്ലൈ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പയ്യന് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥലത്ത് ഒന്ന് മൂളലും മുക്കും മൂളലൊക്കെ ആയിട്ട് അങ്ങോട്ട് വിട്ടുകളയും. പക്ഷെ ഈ ഒരു ആങ്കർ വിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. കിച്ചു അധികം സംസാരിക്കാത്ത വ്യക്തിയാണോ, അതുകൊണ്ടാണോ അധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തത്? അപ്പൊ തന്നെ ആ പയ്യൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് കൂട്ടുകാരില്ല എന്നുള്ള കേസ് താങ്കൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആദ്യം മുതൽ അവസാനം വരെ സമാധാനമായിട്ട് ആ ഒരു ഇന്റർവ്യൂ കണ്ട ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. ഇന്റർവ്യൂവിന്റെ പാർട്ട് 1 മാത്രമേ വന്നിട്ടുള്ളൂ, പാർട്ട് 2 കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ആ പാർട്ട് 2 വീഡിയോയിലും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. രേണു സുധിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കോണ്ടന്റുകൾ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും ചോദിക്കുന്നത്. ആ ഒരു വീഡിയോന്റെ ആ ഒരു ശൈലി കണ്ടാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയതിന് പിന്നെ ഏകദേശം 11 മണിക്കൂറൊക്കെ ആവുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം പേര് ഈ ഒരു വീഡിയോ കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും കോണ്ടന്റുകൾ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേണു സുധി ഇപ്പോ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ
നാട്ടിൽ പോയിട്ട് ഈ പറയുന്ന കൊല്ലം സുധിച്ചേട്ടന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള രാഹുൽ എന്ന് പറയുന്ന കിച്ചു എന്ന് വിളിക്കുന്ന ആ ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്ന് ഈ പറഞ്ഞ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തതിന്റെ ഉദ്ദേശം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കണ്ടത്. പക്ഷെ ആ ഒരു പയ്യന് സംസാരിക്കാനായിട്ട് താല്പര്യമില്ലാഞ്ഞിട്ടും അവനെ ഫോഴ്സ് ചെയ്ത് അമ്മയെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ എക്സ്പോസ് ചെയ്ത് ശരീരം കൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്റിമേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നു. പുതിയ കല്യാണത്തിലേക്ക് ചിന്തിക്കുന്നുണ്ടോ അമ്മ? അതൊക്കെ ഇങ്ങനെ ചോദിച്ച് ആ ഒരു പയ്യൻ ഭയങ്കരമായിട്ട് ആ ഒരു ഇന്റർവ്യൂവിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. അത് ആ ഒരു ഇന്റർവ്യൂ കണ്ടാൽ തന്നെ അറിയാം. എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഇന്റർവ്യൂ ചർച്ചയാവുന്നുണ്ട്. ഇന്റർവ്യൂവിന്റെ പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. അതും നമുക്ക് ക്ഷമയോടുകൂടി കണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള ആ ഒരു പരിപാടി നമുക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കയറി കാണുക. ആ ഒരു പയ്യൻ ആ ഒരു ഇന്റർവ്യൂവിൽ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുക്കും മൂളിയൊക്കെ ആയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു റിപ്ലൈ മാത്രമാണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പയ്യന്റെ സിറ്റുവേഷൻ അതാണ്. ഒരു അനിയനുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അമ്മയെന്ന് വിളിക്കാനായിട്ട് ഈ പറയുന്ന രേണു സുധിയാണ് തൻ്റെ ഒപ്പം ഉള്ളത്. അപ്പൊ ആ ഒരു സ്ത്രീയെ ഒരിക്കലും മാനഹരണപ്പെടുന്ന രീതിയിൽ ആ ഒരു ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അപമാനിതയാവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇന്റർവ്യൂവിൽ പറയാനോ അതൊന്നും ആ ഒരു പയ്യൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനമായിട്ട് ജീവിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എന്തെങ്കിലും മോശവും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ടോ? അതായത് ഈ പറയുന്ന രേണു സുധിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ ഒരു കിച്ചുവിന് മോശക്കേട് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് തനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. വീഡിയോസ് വരുന്ന സമയത്ത് ജസ്റ്റ് സാധാരണ വീഡിയോ കാണുന്നത് പോലെ കാണും. അല്ലാതെ ആ ഒരു വീഡിയോന്റെ പിന്നിലുള്ള ആളുകളുടെ റെസ്പോൺസ്, ആ ഒരു വീഡിയോനെ പറ്റി എന്തൊക്കെയാണ് ആ നാട്ടുകാർ സംസാരിക്കുന്നത്, അതൊക്കെ അമ്മയുടെ ഇഷ്ടം. അമ്മ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അല്ലെങ്കിൽ അമ്മ അഭിനയിക്കുന്ന ശൈലികളെല്ലാം അമ്മയുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടം. അതിനകത്ത് ഞാൻ ഒരിക്കലും വേണം എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വളരെ പക്വതയാർന്നൊരു റിപ്ലൈ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടൊരു വൾഗർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു മോശം എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നത്. അല്ലാതെ രേണു സുധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പണ്ടേ വിട്ടതാണ്. കാരണം വേണ്ട എന്ന് വെച്ച ഒരു പരിപാടിയാണ്. പക്ഷെ ഒരു പയ്യനെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് സ്വന്തം അമ്മയെ മോശക്കാരിയാക്കാൻ, ആ ഒരു മകനിലൂടെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ പല വ്യക്തികളും പറയാറുണ്ട്. പക്ഷേ സ്വന്തക്കാരെയും ബന്ധുക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ സ്വന്തം മകനെ വിളിച്ചു വരുത്തി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുക, അതിലൂടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി അതിലൂടെ പണം സമ്പാദിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം. താങ്ക്